നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു കാളസർപ്പയോഗം. എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ട്, കാളസർപ്പ ദോഷമുണ്ടോ, കേമദ്രുമ ദോഷമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറഞ്ഞ് പേടിപ്പിക്കുന്നതായിരിക്കാം. കാളസർപ്പയോഗം എന്ന് പറയുന്ന വലിയൊരു ദോഷയോഗത്തെക്കുറിച്ച് എല്ലാവരും നമ്മളോട് സൂചിപ്പിക്കലുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. കാളസർപ്പയോഗം എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പലതരം ഉണ്ടെന്നൊക്കെ പലതും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ആ കാളസർപ്പയോഗത്തെ ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്. അത് യോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഗ്രാഹ്യമായ ഗ്രഹങ്ങളുടെയും ഭാവങ്ങളുടെയും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് യോഗങ്ങളിലേക്ക് പോകുന്നത്. ഈ യോഗത്തിനെ പിടിച്ചാൽ മതിയല്ലോ. ആ യോഗം പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കൃത്യമായിട്ട്, അതെന്താ പറയുക, സൂത്രവാക്യം, മാത്സിലെ സൂത്രവാക്യം പോലെയാണ് ഒരു യോഗം. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. സത്യത്തിൽ രാഹു എന്താണ്, കേതു എന്താണ്, എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള അനുഭവ യോഗമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ കാളസർപ്പയോഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല എന്നതാണ്. അപ്പോൾ കാളസർപ്പയോഗം എന്ന് പറയുന്നത് രാഹു കേതു എന്ന് പറയുന്ന 180 ഡിഗ്രിയിൽ വരുന്ന രണ്ട് ഗ്രഹങ്ങൾ, ഛായാഗ്രഹങ്ങളാണ്. നമുക്കറിയാം പലതരം ഗ്രഹങ്ങളുണ്ട്. പ്രകാശഗ്രഹങ്ങളുണ്ട്, അതുപോലെ ഛായാഗ്രഹങ്ങളായിട്ടുള്ള താരാഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഛായാഗ്രഹങ്ങളും ആണ്. അതിൽ ഛായാഗ്രഹങ്ങൾ രാഹു കേതുക്കളാണ്. ഇപ്പോൾ നമുക്ക് രാഹു സഞ്ചരിക്കുന്നത് കുംഭത്തിലും കേതു സഞ്ചരിക്കുന്നത് ചിങ്ങത്തിലുമാണ്. ഇപ്പോൾ സത്യത്തിൽ 6 മാസത്തോളം സൂര്യൻ രാഹുവിനെ കവർ ചെയ്ത് സൂര്യൻ കേതുവിനെ കവർ ചെയ്യുന്നത് വരെയുള്ള സമയം പൂർണ്ണമായും 6 മാസത്തോളം കാളസർപ്പയോഗം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ കാളസർപ്പയോഗം ഈ 6 മാസം ജനിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ 10-ൽ 5 പേർക്കും കാളസർപ്പയോഗം ഉണ്ടാവും. പല സമയങ്ങളിലായിട്ട്, അതായത് ഈ ഗുരു ശനിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന സമയങ്ങളിലെല്ലാം എപ്പോഴും 6 മാസത്തോളം, ഇതേപോലെ 6 വർഷത്തിലൊരിക്കൽ പകുതി സമയം കാളസർപ്പയോഗം. അപ്പോൾ കാളസർപ്പയോഗം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നുള്ള. പക്ഷേ എന്നാൽ എല്ലാവർക്കും കാളസർപ്പയോഗത്തിൻ്റെ ദോഷമുണ്ടോ? അങ്ങനെ ഒരു ദോഷം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാളസർപ്പ ദോഷം വരണമെങ്കിൽ, അല്ലെങ്കിൽ കാളസർപ്പ യോഗം സംഭവിക്കണമെങ്കിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശ നടക്കണം ജാതകത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുക എന്ന് പറയുന്നതിനെയാണ് ഈ കാളസർപ്പയോഗം എന്ന് പറയും. ഇപ്പം നിൽക്കുന്നത് ശനി ഇവിടെയാണ്, ഗുരു ഇവിടെയാണ്, ശുക്രൻ ഇവിടെ തന്നെയാണ് അല്ലേ, സൂര്യൻ ഇവിടെ, അതുപോലെ ചൊവ്വ, ബുധൻ, അങ്ങനെയല്ലേ നിൽക്കുന്ന. അങ്ങനെയാണ് ഏകദേശം ഒരു ധാരണ ഇപ്പം നിൽക്കുന്നത്. ചന്ദ്രൻ മാത്രം ഓടിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ ഇവിടുന്ന് ഇതുവരെ ഓടുന്ന സമയം കാളസർപ്പയോഗമാണ്. ചന്ദ്രൻ ഈ കേതുവിൻ്റെയും രാഹുവിൻ്റെയും ഈ ഭാഗത്ത് വരുമ്പോൾ കാളസർപ്പയോഗമില്ല. ഇതാണ് കാളസർപ്പയോഗത്തിൻ്റെ കൺസെപ്റ്റ്. ഇവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രാഹുദശ വരുമോ കേതുർദശ വരുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാഹുദശയും കേതുർദശയും വരുന്നതിനനുസരിച്ചാണ് കാളസർപ്പയോഗം വരിക. അത് തന്നെ പൗർണമി ചന്ദ്രനാണെന്ന് വയ്ക്കുക. ചന്ദ്രൻ പൗർണമിയാണ്, ഈ കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരു വർക്കേ ചെയ്യില്ല. ഇനി ഈ ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിന് വരികയാണ്, ഗുരുദശ രാഹുദശ ഒന്നും ദോഷം ചെയ്യില്ല. അതായത് ഈ കാളസർപ്പയോഗം വന്നാൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ആരോപിച്ചാൽ പോലും, കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഗ്രഹങ്ങളിൽ നിന്ന് ഒരു ഭാഗം ബാലൻസ് അല്ലാതെ നിൽക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ഗുരുവിന് ഇപ്പോൾ ഗുരു ശുക്രൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല, ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇപ്പം നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കേതു ഇവിടെയും രാഹു ഇവിടെയാണ്. ഇതിൽ ഗുരു ഇവിടെ നിൽക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിന് വരും. ഈ രാഹുദശ വന്നാലും കാളസർപ്പയോഗം ഉണ്ടാവില്ല. കാര്യം രാഹുദശയാണ്. കാളസർപ്പയോഗം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ദശ വരണം. ഒന്നുകിൽ രാഹുവിൻ്റെ അല്ലെങ്കിൽ കേതുവിൻ്റെ. അപ്പോൾ രാഹുവിൻ്റെ ദശ വന്നാലും ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കില്ല? കാളസർപ്പയോഗം ഉണ്ടാവില്ല. ഇനി ഒന്ന്, ചന്ദ്രൻ രാഹുവിനെ നോക്കിയെന്ന് വയ്ക്കുക, അപ്പോഴും എന്തുണ്ടാവില്ല? കാളസർപ്പ യോഗം ഉണ്ടാവില്ല. ശുക്രദൃഷ്ടി വന്നു എന്ന് വയ്ക്കുക, അപ്പോഴും രാഹുവിന് ശുക്രദൃഷ്ടി വന്നാലും കേതുവിന് ശുക്രബന്ധം വന്നാലും ഒന്നും കാളസർപ്പയോഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രാഹുവിൻ്റെ ദശയിൽ ദോഷം വന്നാലെയാണ് ഈ ദശ കാളസർപ്പം എന്ന് പറയുന്നത്. രാഹുവിൻ്റെ ദശ ദോഷം വരില്ല എങ്ങനെയുണ്ടെങ്കിൽ ശുഭത്വം വന്നു കഴിഞ്ഞാൽ. രാഹു തമോഗ്രഹമാണ്. ശനിയുടെ വീട്ടിൽ നിൽക്കുന്നത് പ്രകാശം ഉണ്ടാവില്ല, വീടും മോശമാണ്, കള്ള് ഷാപ്പിൽ നിൽക്കുന്ന പോലെ വളരെ മോശപ്പെട്ടൊരു വീട്ടിലുമാണ്. പക്ഷേ ഗുരുദൃഷ്ടി ഇതിനെല്ലാം പരിഹാരമാണ്. അതുപോലെ ജാതകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഈ രാഹു നിൽക്കുന്നത് എവിടെ, കേതു നിൽക്കുന്നത് എവിടെ എന്നതിനനുസരിച്ചാണ് ജാതകത്തിൻ്റെ ഫലം. അപ്പോൾ ഉദാഹരണത്തിന് ഇത് ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന രാഹു ഒരു ചെറിയ ദോഷം, അതായത് ശനിയെപ്പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അതേസമയം ശുക്രൻ്റെ വീട്ടിൽ രാഹു നിൽക്കുന്നു,
ശുക്രൻ്റെ വീട്ടിൽ രാഹു നിന്ന് ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിച്ചു നിൽക്കുന്നു. ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഗുരു 9ാം ദൃഷ്ടി എന്ന് വയ്ക്കാം. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി വാങ്ങിച്ച് ശുക്രൻ്റെ വീട്ടിൽ നിൽക്കുന്നു. ശുക്രൻ ഉച്ചത്തിലാണ്. ഈ രാഹുർദശ ഇവിടെ കാളസർപ്പയോഗം വരില്ല അല്ലേ? ഗുരുദശ, ഗുരു എവിടെ വന്നാലേ കാളസർപ്പയോഗം വരുള്ളൂ, ഉള്ളിൽ വരണം ഗുരു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേതുവിൻ്റെ കൂടെ ഗുരു ഇവിടെ നിന്നു. ഓക്കെ, ഗുരു ഇവിടെ നിന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കാളസർപ്പയോഗമായി. കേതുപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റിലെ രാഹുവിനെ ഗുരു നോക്കി രാഹുവിന് വീട് കൊടുത്ത ശുക്രൻ ഉച്ചനായി നിന്ന് ഈ രാഹുർദശ വന്നു കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇപ്പം ശുക്രൻ്റെ കൂടെ തന്നെ ആയിരിക്കും സൂര്യൻ, അതുപോലെ ബുധൻ, എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ്. ചന്ദ്രൻ, എല്ലാം ഈ ഭാഗത്ത് തന്നെ കൂട്ടുക. ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാ ഗ്രഹങ്ങളും ഉണ്ട്. ചൊവ്വ, ശനി എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ്. ചൊവ്വയുണ്ട്, ശനിയുണ്ട്, ഇങ്ങനെ തന്നെ വന്നു എന്ന് വയ്ക്കുക. എന്നാൽ പോലും എന്ത് സംഭവിക്കില്ല? കാളസർപ്പയോഗം ഈ രാഹുർദശ ദോഷം ചെയ്യില്ല. അതിന് കാരണം എന്താണ്? രാഹുർദശയ്ക്ക് വീട് കൊടുത്ത ശുക്രൻ ഉച്ചനാണ്. ശുക്രന് ഗുരുദൃഷ്ടിയുണ്ട്, രാഹുവിന് ഗുരുദൃഷ്ടിയുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവും രാഹുവിന് വീട് കൊടുത്ത ശുക്രനും ഗുരുദൃഷ്ടി ആയതുകൊണ്ട് ഈ രാഹുർദശ ഇയാളെ മഹാരാജാവാക്കും, സമ്പന്നനായിരിക്കും, വളരെ ശക്തമായ അവസ്ഥകൾ കൊടുക്കുക ചെയ്യാം. ലഗ്നാധിപൻ ഉച്ചനാണെന്ന് വയ്ക്കുക. ഇത് ലഗ്നം തന്നെയാണെന്ന് വയ്ക്കാം. ഈ ലഗ്നാധിപനാണ് ഉച്ചം ചെയ്ത് 11-ൽ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? പൂർണ്ണമായിട്ടും രാഹുർദശ ശുക്രദശ പോലെ ലഗ്നാധിപൻ്റെ ദശ പോലെ തന്നെ വർക്ക് ചെയ്യും. ഫുൾ ഗുണഫലങ്ങൾ, പൂർണ്ണമായും ഗുണഫലങ്ങൾ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ രാഹുർദശയിൽ എന്ത് വരില്ല? കാളസർപ്പയോഗേ വരില്ല. കാളസർപ്പയോഗം ഉണ്ടോ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ കാളസർപ്പയോഗം ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും പേടിക്കും. ദോഷം ചെയ്യണമെങ്കിൽ ഒന്ന്, ആദ്യത്തെ ക്രൈറ്റീരിയ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശ വരണം. 2, രാഹുവിനോ കേതുവിനോ ശനി ചൊവ്വ ബന്ധം വരണം. അപ്പോൾ ഇത് ദോഷം ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും ദോഷം ചെയ്യാത്തൊരു ജാതകമാണ്. കാര്യം രാഹുവിന് ഗുരു നോക്കി രാഹുവിന് വീട് കൊടുത്ത ശുക്രൻ ഉച്ചം ചെയ്തു. അങ്ങനെയുകൊണ്ട് ദോഷം വരില്ല. അതേസമയം ഈ രാഹുവിനും കേതുവിനും ഇങ്ങനെ വന്നു എന്ന് വയ്ക്കാം. ചൊവ്വ ശനി ലഗ്നത്തിൽ കുജനും അതേപോലെ സമയം ശനിയും കൂടി ചേർന്ന് നിന്നു, അങ്ങനെ ദശ നടത്തി. അപ്പോഴും എന്ത് സംഭവിക്കും? ദോഷം സംഭവിക്കും. പക്ഷേ ഗുരുദൃഷ്ടിയൊന്നും വരാൻ പാടില്ല. ഗുരുദൃഷ്ടി വന്നില്ലെങ്കിലേ വരുള്ളൂ. ഗുരുദൃഷ്ടി വന്നില്ല, ശുക്രൻ ഉച്ചസ്ഥിതി ഇല്ലെങ്കിൽ ഈ രാഹുർദശ ദോഷദശയായിട്ട് തന്നെ വരും. ഇപ്പോൾ ശുക്രൻ 12-ൽ മറവ് സ്ഥാനമില്ല, എന്നാലും ശുക്രൻ അവിടെ നിന്നു. അതുപോലെ ഗുരു ഈ ഭാഗത്ത് കയറി നിന്നെങ്കിൽ എന്ത് 4, ഓക്കെ, ഇവിടേക്ക് ദൃഷ്ടി വരില്ല. ഗുരുവിൻ്റെ ദൃഷ്ടിയോ ശുക്രൻ്റെ ബന്ധമോ ഒന്നും വരാതെ രാഹുവിന് കേതുവിൻ്റെയും ചൊവ്വയുടെയും ശനിയുടെയും ബന്ധമാണ് വരുന്നതെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും എന്ത് സംഭവിക്കും? ഇത് മോശം ദശയായിരിക്കും. അപ്പോൾ മോശം ദശയാണ് വരുന്നതെങ്കിൽ ഈ രാഹുർദശ വരും വേണം. ഇയാൾക്ക് രാഹുർദശ വരും വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാഹുർദശ വരണം. രാഹുർദശ വരികയാണെങ്കിലാണ് സംഭവിക്കുള്ളൂ. ചന്ദ്രൻ ഇവിടെ നിൽക്കുമ്പോൾ, ചന്ദ്രനെ നിങ്ങൾ ഇങ്ങനെ നോക്കരുത്, ചന്ദ്രൻ ദശ വരുന്നതിന് പോലെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചന്ദ്രൻ എപ്പോഴും ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ, തിരുവോണമൊക്കെ ആകുമ്പോഴാണ്, തിരുവോണമോ അവിട്ടൊക്കെ വരുമ്പോഴാണ് രാഹുർദശ നല്ല പ്രായത്തിൽ വരിക. അങ്ങനെ തിരുവോണ നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് രാഹുർദശ വരുമ്പോൾ തീർച്ചയായിട്ടും ദോഷം വരും. കാരണം എന്താണ്? ഈ രാഹു ശുക്രനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. ശുക്രൻ തന്നെയാണ് രാഹു എന്ന് പറയുന്നത്. പക്ഷേ ചൊവ്വയുടെയും ശനിയുടെയും ബന്ധം വന്ന ശുക്രൻ അല്ലെങ്കിൽ രാഹു ദോഷം തരും. അതിന് നമ്മൾ ആ ദശ ദോഷമായിരിക്കും. ഇത് കണ്ടിട്ടാണ് പണ്ട് ഏതോ ഒരാൾ കാളസർപ്പയോഗം എന്ന് പറയുന്ന വലിയൊരു യോഗമാണ് ദോഷം ഉണ്ടാക്കുന്നത്. സത്യത്തിലല്ല. ഈ രാഹുവിൻ്റെ പാപത്വമാണ് ശരിക്കും ദോഷമായിട്ട് വരുന്നത്. രാഹുവിന് ശുഭത്വമാണെങ്കിൽ ഒരു ഭാഗത്തല്ല, ഒന്നിച്ചൊരു ഭാഗത്ത് എല്ലാ ഗ്രഹങ്ങളും കൂടി ഒരു രാശിയിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്ന 1961 നോക്കിക്കഴിഞ്ഞാൽ മകരത്തിൽ 5 or 6 ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയപ്പോഴും കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കുംഭം മീനം രാശികളിൽ എല്ലാ ഗ്രഹങ്ങളും നിൽക്കും. അപ്പോൾ ഗുരു മാത്രമേ പുറത്തുള്ളൂ.
അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന പല സന്ദർഭങ്ങളിലും എല്ലാ രാശി 6 ഗ്രഹം 5 ഗ്രഹമൊക്കെ ഒരു രാശിയിൽ നിൽക്കുമ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്ന ജാതകങ്ങൾ കാണാം. അതുപോലെ തന്നെയാണ് രാഹുവിന് ശുക്രബന്ധം, ഗുരുബന്ധം, ചന്ദ്രദൃഷ്ടി ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവില്ല, ചന്ദ്രൻ്റെ അതിയോഗം ഉണ്ടായാലും മതി, പൗർണമി ചന്ദ്രൻ അതിയോഗമായിട്ട് നിന്നാലും മതി. അങ്ങനെയുണ്ടെങ്കിൽ ഈ രാഹു ദോഷം ചെയ്യില്ല. രാഹുവിന് ദോഷം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കാളസർപ്പ യോഗം എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയക്കണമെങ്കിൽ, കാളസർപ്പ യോഗം അല്ലാതെ രാഹുവിന് പാപത്വം വരുന്നതിനെയാണ്. രാഹുവിന് പാപത്വം വരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, രാഹുദശയിൽ ദോഷം വരുള്ളൂ. കേതുദശയാണെങ്കിലും ഇത് തന്നെയാണ്. ഇതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറഞ്ഞിട്ട് ആരോ ഭയന്ന് ആർക്കോ കണ്ട് ഇങ്ങനെ വന്ന് വളരെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എല്ലാ ഗ്രഹങ്ങളും കൂടി ഒരു ഭാഗത്ത് വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് യോഗം ഭവിച്ചത്. സത്യത്തിൽ അങ്ങനെ നോക്കിയാൽ 100-ൽ 1 ഇതുപോലും ചിലപ്പോൾ, അല്ലെങ്കിൽ 100-ൽ 10 പോലും ദോഷം ഭവിക്കുന്നുണ്ടാവില്ല. അതുപോലെ കളസർപ്പയോഗമുള്ള 100 ജാതകം എടുത്താൽ 10 പോലും ഒന്നുകിൽ ദശ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ദോഷം വന്നിട്ടേ ഉണ്ടാവില്ല. കാര്യം ശുക്രൻ്റെയും ഗുരുവിൻ്റെയോ ചന്ദ്രൻ്റെയോ ബന്ധം വന്ന് രാഹു ശുഭനായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരു യോഗത്തെ നമ്മൾ പറഞ്ഞ് ഭയക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയില്ല. ആ ദശ വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇനി ദശ വന്നാൽ പോലും ദശയ്ക്ക് വരുമ്പോൾ രാഹുവിന് ശനിയുടെയോ ചൊവ്വയുടെയോ ഒട്ടുമുക്കാൽ പാപഗ്രഹങ്ങളുടെയും ബന്ധം, അമാവാസി ചന്ദ്രൻ്റെയോ ഒക്കെ ബന്ധം വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, രാഹുദശ ദോഷം ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതിനൊക്കെ ഉപരി അതിൻ്റെ ഒപ്പം തന്നെ ലഗ്നാധിപൻ്റെ ബലം കൂടി പ്രധാനമാണ്. രാഹുദശ അത്രയൊക്കെ കൊടുത്താലും ലഗ്നാധിപന് ഉച്ചനോ ലഗ്നാധിപന് അതീവ ശുഭനോ ഒക്കെ ആണെങ്കിൽ ഇയാളെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ജാതകം. കാളസർപ്പയോഗത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് പല രീതിയിലും പല ആംഗിളിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ധരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.